Hello dear students, once again welcome back to English class. Today we are going to discuss about the continuation of the chapter Mother Tree. In last class I had given one homework for you, which is that match the following. Did you complete it? Okay, all of you check that answer. First column, A column have first sentence. The cherries are in red color. Then second one, Mother Sparrow took some cherries for its children. Then third one, the taste of cherries. And fourth one is Mother Sparrow ate in some cherries. Then B column's first sentences, yum, she swallowed the cherry, and second one, how sweet it is, and then let me take some for my children, and full of red ripe cherries. ഇത്രയും സെൻറ്റൻസുകളാണ് എ കോളത്തിലും ബി കോളത്തിലും ഉണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദ ചെറീസ് ആർ ഇൻ റെഡ് കളർ. അത് നല്ല ചുവന്ന നിറത്തിലുള്ള ചെറികൾ അല്ലേ, അതിന് മാച്ചായത് ബി കോളത്തിലുണ്ട്. ഏതാണത്? അത് പറഞ്ഞിട്ട് അവൾ ചെറി തിരഞ്ഞു വന്നപ്പോൾ അവൾ നല്ല റെഡ് ചെറീസ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് പോയത്? ആ റെഡ് ചെറീസ് കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നമുക്ക് അവിടെ എന്തെഴുതാം? ഫുൾ ഓഫ് റെഡ് റൈപ്പ് ചെറീസ്ന്ന് അതിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ദി മദർ സ്പാരോ ടുക്ക് സം ചെറീസ് ഫോർ ഇറ്റ്സ് ചിൽഡ്രൻ. മദർ സ്പാരോ അവളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറി പഴങ്ങൾ എടുത്തു. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് മദർ സ്പാരോ പാരറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചോദിച്ചത്? ലെറ്റ് മീ ടേക്ക് സം ചെറീസ് ഫോർ മൈ ചിൽഡ്രൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഏതിലേക്ക് മാച്ച് ചെയ്യാം? ലെറ്റ് മീ ടേക്ക് സം ഫോർ മൈ ചിൽഡ്രൻ എന്നതിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ തേർഡ് വൺ ഈസ് ദ ടേസ്റ്റ് ഓഫ് ചെറീസ്. അവൾ ചെറിയുടെ ടേസ്റ്റ് നോക്കി, അതിന് മാച്ചായത് ഇപ്പുറത്ത് എന്താണ് വരുന്നത്? ബി കോളത്തിൽ ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ്. എന്ത് നല്ല ടേസ്റ്റ് ആണ്, എന്ത് സ്വീറ്റാണിത്, എന്ത് മധുരമുള്ളതാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് മാച്ച് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് മദർ സ്പാരോ എയ്റ്റ് സം ചെറീസ്. മദർ സ്പാരോ കുറച്ച് ചെറികൾ കഴിച്ചു അല്ലേ. എങ്ങനെ കഴിക്കുമ്പോൾ അവളെ എങ്ങനെ പറഞ്ഞിട്ടാണ് കഴിച്ചത്? യം അല്ലേ, യം എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ ചെറികളായിട്ട് ഇങ്ങനെ വിഴുങ്ങി കഴിച്ചു അല്ലേ. യം ഷീ സ്വാളോഡ് ദ ചെറീസ് എന്നതിലേക്ക് മാച്ച് ചെയ്ത് കറക്റ്റാക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മളിപ്പോൾ ഈ പഠിച്ച പാരഗ്രാഫിലൊക്കെ കുറച്ച് മീനിങ്ങുകൾ കണ്ടെത്താനുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലി താഴ്വര, അത് എഴുതിയതാണ് അല്ലേ. പിന്നെ അതിൽ കുറച്ച് പ്ലക്ക് എന്ന് പറഞ്ഞാൽ പ്ലക്ക്ഡ് മീൻസ് പറിച്ചെടുത്തു. അതായത് അവൾ ആ റെഡ് റൈപ്പ് ചെറീസ് അവിടുന്ന് പ്ലക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പ്ലക്ക്ഡ് പറഞ്ഞാൽ പറിച്ചത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വേർഡാണ്. അപ്പോൾ അത് നമുക്ക് എഴുതണ്ട. നെക്സ്റ്റ് സ്വേളോ മീൻസ് സ്വേളോട് വിഴുങ്ങി. സ്വേളോ വിഴുങ്ങുക. സ്വേളോ വിഴുങ്ങുക. ഓർ സ്വേളോട് എന്നാണ് എഴുതണമെങ്കിൽ വിഴുങ്ങി എന്ന് എഴുതാം. ദെൻ എ ബഞ്ച് ഓഫ് റെഡ് റൈപ്പ് ചെറീസ്. ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കുല എന്നൊക്കെ പറയാം. ബഞ്ച് കൂട്ടം അല്ലെങ്കിൽ കുല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്മോക്ക് മീൻസ് പുക. പുക. ദെൻ ക്ലൗഡ് എല്ലാവർക്കും അറിയണ്ടാവും, മേഘം അല്ലേ. ഹാപ്പൻ സംഭവം. ദെൻ ഫിയർ അല്ലേ. ആ പാരറ്റ് പേടിച്ച് ഓടി എന്ന് പറഞ്ഞു അല്ലേ. ഫിയർ ഭയം അല്ലെങ്കിൽ പേടി. ദെൻ ഹിയർ ആൻഡ് ദർ മീൻസ് അവിടെയും അവിടേക്ക് ഇവിടേക്കും എന്നുള്ള അർത്ഥത്തിൽ.
ദെൻ സ്ക്രീമിങ്. ഈഗിൾസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ക്രീം ചെയ്തുകൊണ്ട്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അലറിക്കൊണ്ടാണ് അല്ലേ? സ്ക്രീമിങ്, ഉറക്കെ നിലവിളിച്ചുകൊണ്ട്. ദെൻ മൂവിങ് എറൗണ്ട്. മൂവിങ് എറൗണ്ട് പറഞ്ഞാൽ ചുറ്റും സഞ്ചരിച്ചു അല്ലേ? മൂവിങ് എറൗണ്ട് ഇൻ ദ സ്കൈ, ആകാശത്തിലൂടെ എങ്ങനെ ചുറ്റും സഞ്ചരിക്കുകയാണ്. പിന്നെ എവരിവേർ. എവരിവേർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും. എവരിവേർ, എവരിവേർ എല്ലായിടത്തും. നെക്സ്റ്റ് എവരിത്തിങ്. എവരിത്തിങ് എന്നാണെങ്കിലോ സകലതും. എവരിത്തിങ്, എവരിത്തിങ് സകലതും. പിന്നെ ക്രൈഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും, കരഞ്ഞു അല്ലേ? കരയുക. എലൗഡ് എന്ന് പറഞ്ഞാൽ ഉറക്കെ അല്ലെങ്കിൽ ഉച്ചത്തിൽ കരഞ്ഞു എന്നൊക്കെ അർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് all of you take the page number 53. Now birds and animals are running here and there അല്ലേ? ഈ പുക കണ്ടിട്ട് പക്ഷികളും മൃഗങ്ങളൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടി. അപ്പോൾ മദർ സ്പേരോ ഇപ്പോൾ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. നോക്കൂ, ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തീ ഇങ്ങനെ ഉയരുന്ന ചിത്രം അല്ലേ? വാട്ട് ഈസ് ദ മദർ സ്പേരോ ഡൂയിങ്? മദർ സ്പേരോ എന്താണ് ചെയ്യുന്നത് അല്ലേ? എന്തായിരിക്കും ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫയർ, ഫയർ എവരിവേർ, ഇറ്റ് വിൽ സ്വാലോ എവരിത്തിങ്. ഓ മൈ ലിറ്റിൽ ചിൽഡ്രൻ, ദേ കാൺട്ട് ഫ്ലൈ. ഹൗ ക്യാൻ ഐ സേവ് മൈ ചിൽഡ്രൻ? മദർ സ്പേരോ ക്രൈഡ് അലൗഡ്. ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ. അങ്ങനെ എന്താണ്, മദർ സ്പേരോ ചുറ്റുപാടും നോക്കിയപ്പോൾ ആകെ പുക പൊന്തുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ? പക്ഷികളൊക്കെ അലറി വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് കേൾക്കുകയാണ്, ഫയർ ഫയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവരിവേർ എല്ലായിടത്തും അല്ലേ? എല്ലായിടത്തും എന്താണ്? പുകയാണ്, തീയാണ്. ഇറ്റ് വിൽ സ്വാലോ എവരിത്തിങ്, എല്ലാതിനെയും സകലതിനെയും അവൾ സ്വാലോ ചെയ്തു. അതായത് തീ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ സ്ഥലത്തും തീ ആളി പടരാൻ വേണ്ടി തുടങ്ങി. ഓ മൈ ലിറ്റിൽ ചിൽഡ്രൻ, എൻ്റെ ചെറിയ കുട്ടികളെ അല്ലേ? അവൾക്ക് ആകെ പേടിക്കുകയാണ്. ദേ കാൺട്ട് ഫ്ലൈ, അവർക്ക് എന്തിനു പറ്റില്ല? അവർക്ക് പറക്കാൻ കഴിയില്ല. കനോട്ട്, ദേ കാൺട്ട് ഫ്ലൈ, അവർക്ക് പറക്കാൻ കഴിയില്ല. ഹൗ ക്യാൻ ഐ സേവ് മൈ ചിൽഡ്രൻ, ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും? മദർ സ്പേരോ ക്രൈഡ് അലൗഡ്, മദർ സ്പേരോ അവിടെ നിന്ന് ഉച്ചത്തിൽ അല്ല ഉറക്കെ കരയാൻ തുടങ്ങി. ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ, ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ നീം ട്രീയുടെ അടുത്തേക്ക് റഷ് ചെയ്യുക, അതായത് കുതിച്ചുകൊണ്ട് വേഗം പെട്ടെന്ന് പറക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? ഓക്കെ, ഐ വിൽ റീഡ് വൺസ് മോർ. ലിസൺ ഹിയർ. ഫയർ, ഫയർ എവരിവേർ, ഇറ്റ് വിൽ സ്വാലോ എവരിത്തിങ്. ഓ മൈ ലിറ്റിൽ ചിൽഡ്രൻ, ദേ കാൺട്ട് ഫ്ലൈ. ഹൗ ക്യാൻ ഐ സേവ് മൈ ചിൽഡ്രൻ? മദർ സ്പേരോ ക്രൈഡ് അലൗഡ്. ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ. ഇപ്പോൾ മദർ സ്പേരോ മാത്രമാണ് ആ വാലിയിലുള്ളത് അല്ലേ? അപ്പോൾ അവൾ വാലിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് അങ്ങ് ദൂരെ ഫയർ, തീ ഇങ്ങനെ ആളി പടരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ലിറ്റിൽ ബേർഡ്സ് ഇപ്പോൾ എവിടെയാണ്? യെസ്, ഇൻ നീം ട്രീ. നീം ട്രീയുടെ മുകളിലാണ് അവർ, ആ പക്ഷിക്കൂടിൻ്റെ ഉള്ളിലാണല്ലേ? അപ്പോൾ അവൾ നീം ട്രീയുടെ അടുത്തേക്ക് പറക്കാൻ വേണ്ടി എല്ലാത്തിനും ഇങ്ങനെ തീ വിഴുങ്ങാൻ തുടങ്ങി. തീ എല്ലായിടത്തും ആളി പടരാൻ വേണ്ടി തുടങ്ങി. അവൾ എന്താ ചെയ്യാന്ന് അവൾക്കൊരു എത്തും പിടിയില്ല അല്ലേ? എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷിക്കും? പിന്നെ അവർക്കാണെന്ന് വെച്ചാൽ പറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഭയങ്കര സങ്കടം. അവൾ അവിടെ നിന്ന് ഉറക്കെ കരയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്നും വളരെ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ, അവൾ നീം ട്രീയുടെ നേരെ കുതിച്ച് പായാൻ വേണ്ടി നോക്കുകയാണ്. നോക്കൂ,
Will the mother sparrow fly above the fire? ഇപ്പോൾ ഈ മദർ സ്പാരോയ്ക്ക് ആ ഫയറിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുമോ? നമുക്ക് നോക്കാമല്ലേ. അവൾ അല്പം ആകെ പേടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ. ഈസ് ദർ എനി വൺ ടു സേവ് ദ ലിറ്റിൽ സ്പാരോസ്? ആരെങ്കിലും ഈ ലിറ്റിൽ സ്പാരോനെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവുമോ? അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. അപ്പം നോക്കൂ, ഇതിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. കംപ്ലീറ്റ് ദി സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, ഇറ്റ് വിൽ ഡാഷ് എവരിത്തിങ്. ഇറ്റ് വിൽ dash everything. Then second one, oh my dash children. Then third one, they dash fly. They dash fly. Next one, how can dash my children? Next, mother sparrow dash. Then last one, she dash towards the dash. Okay, കംപ്ലീറ്റ് ദീസ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അല്ലേ, അവൾ തീ കണ്ടിട്ട് ഫയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് വിൽ ഡാഷ് എവരിത്തിങ്, ആ തീയെ എല്ലാതിനെയും എന്താണ് ചെയ്തത്? ഇറ്റ് വിൽ സ്വാലോ എവരിത്തിങ്, ഇത് എല്ലാതിനെയും വിഴുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ അത് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? swallow. It will swallow everything. Okay, then next one, oh my dash children. പിന്നെ അവൾ എന്താ പറഞ്ഞത്? oh my little children. oh my little children. Okay, next, they dash fly. ആ പക്ഷികൾക്ക് എന്തിനാണ് പറ്റാതിരുന്നത്? പറക്കാൻ കഴിയില്ല. അപ്പോൾ they can't fly. They can't fly. Then how can dash my children? പിന്നെ അവൾ എന്ത് പറയുന്നുണ്ട്? how can I save my children? I save my children. Then mother sparrow ഡാഷ്. അപ്പോൾ മദർ സ്പാരോ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് എന്താ ചെയ്തത്? മദർ സ്പാരോ ക്രൈഡ് എലൗഡ്. മദർ സ്പാരോ ക്രൈഡ് എലൗഡ്. ദെൻ ലാസ്റ്റ് വൺ, ഷീ ഡാഷ് ടുവേർഡ്സ് ദി ഡാഷ്. അപ്പോൾ അവൾ അവിടെ നിന്നും ആ തീയൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഷീ റഷ്ഡ് ടുവേർഡ്സ് ദ നീം ട്രീ. നീം ട്രീയുടെ അടുത്തേക്ക് പറന്നു. ഷീ റഷ്ഡ് ടുവേർഡ്സ് ദി നീം ട്രീ. ഓക്കെ, all of you complete these sentences. Okay, all of you write it in your notebook. Listen, take the next page. Now
വാട്ട് വിൽ ദ നീം ട്രീ ആസ്ക് ദ ഫയർ ടു ഡു? ഇപ്പോൾ നീം ട്രീ, ഇപ്പോൾ മദർ സ്പാരോ ഈ ചിത്രത്തിൽ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഓക്കെ, ഈ ചിത്രത്തിൽ ഇപ്പോൾ മദർ സ്പാരോനെ നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇത് എവിടെയുള്ള കാഴ്ചയാണ്? നീം ട്രീയുടെ ഭാഗത്താണ് അല്ലേ? അപ്പോൾ വാട്ട് വിൽ ദ നീം ട്രീ ആസ്ക് ദ ഫയർ ടു? ആ നീം ട്രീ ഫയറിനോട് എന്തൊക്കെയോ പറയുന്നതായിട്ടാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ലെറ്റ് us read. Listen. The fire grabbed the neem tree with its red hot hands. It is so hot. I am burning. I can't bear it. The fire began to eat up the tree. The flames climbed up and up. Kee, kee, kee. The birds in the nest cried aloud. Poor little birds, how can I save them? The tree thought. Oh fire, take me, leave the little ones. The neem tree begged to the fire. Sorry, I can't stop burning. The fire grew stronger and stronger. ഇപ്പോൾ നോക്കൂ, ആ നീം ട്രീയുടെ അടുത്ത് എത്തി അല്ലേ? നീം ട്രീയുടെ അടുത്താണ് എന്തുള്ളത്? ഫയർ ഉള്ളത്, തീയുള്ളത്. നോക്കൂ, ദി ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്സ്. ആ തീയ് എന്ത് ചെയ്തു? റെഡ് ഹോട്ട് ഹാൻഡ്സ്, തീയിൻ്റെ ചുവന്ന കൈകൾ കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്? ആ തീയിൻ്റെ ചൂടിനെയാണ് അവിടെ കാണിക്കുന്നത്. ആ നല്ല ചുട്ടുപഴുത്ത ആ തീ എന്ത് ചെയ്യാണ്? ആ നീം ട്രീയുടെ കൊമ്പിലൊക്കെ പിടികൂടി. ഗ്രാബ് മീൻസ് പിടികൂട്, ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ പിടികൂടി. അതായത് ആ മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെയൊക്കെ ആളി പടരാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇറ്റ്സ് സോ ഹോട്ട്, ഐ ആം ബേണിങ്. അപ്പം എന്താണ്? ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഐ ആം ബേണിങ്, എനിക്ക് പൊള്ളുന്നു അല്ലേ? ഓ ഐ കാണ്ട് ബിയർ ഇറ്റ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ദി ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ. ആ ഫയർ, ആ തീ ആ നീം ട്രീനെ തിന്നാൻ തുടങ്ങി അല്ലേ? പറഞ്ഞാൽ നീം ട്രീയുടെ മുകളിൽ ആളി പടരാൻ വേണ്ടി തുടങ്ങി. ദ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് ക്രൈഡ് എലൗഡ്. ആ കൂടിനുള്ളിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞുങ്ങളെ, ലിറ്റിൽ സ്പാരോസ് ഉറക്കെ കരയാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ദേ കാൺ ഫ്ലൈ. അവർക്ക് പറക്കാൻ കഴിയില്ല. അവിടെ ഇരുന്ന് കരയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. അവരിങ്ങനെ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോഴോ പുവർ ലിറ്റിൽ ബേർഡ്സ് അല്ലേ? പാവം പക്ഷിക്കുഞ്ഞുങ്ങൾ. ഹൗ ക്യാൻ ഐ സേവ് ദം? ദ ട്രീ തോട്ട്. അപ്പം നീം ട്രീ ചിന്തിച്ചു, ഞാൻ എങ്ങനെ ഇവരെ രക്ഷിക്കുക അല്ലേ? അമ്മ സ്പേരോ, മദർ സ്പേരോ പോവുമ്പോൾ പറഞ്ഞതാണ്, എൻ്റെ മക്കൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നീ എന്ത് ചെയ്യണം? അവരെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ എങ്ങനെ അവരെ രക്ഷിക്കും എന്നൊക്കെ ആര് ചിന്തിക്കുകയാണ്? നീം ട്രീ ചിന്തിക്കുകയാണ്. ഓ ഫയർ, ടേക്ക് മീ, ലീവ് ദ ലിറ്റിൽ വൺസ്. അപ്പോൾ ആ നീം ട്രീ എന്താ പറയുന്നത്? നീ എന്നെ വേണമെങ്കിൽ എടുത്തോ അല്ലെ? ഈ ലിറ്റിൽ വൺ, ചെറിയ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ ആരോട് പറയാണ്? ഈ തീയിനോട് നീം ട്രീ പറയാണ്. ദ നീം ട്രീ ബെഗ്ഡ് ടു ദ ഫയർ. ആ ഫയറിനോട് ബെഗ് യാചിച്ചു അല്ലേ? ബെഗ്ഡ്, യാചിച്ചു. ആ ഫയറിനോട് യാചിച്ചു, നീ എന്നെ വേണമെങ്കിൽ എടുത്തോ, ഈ ചെറിയ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് യാചിക്കുകയാണ്. അപ്പോൾ എന്താ ഫയർ പറയണു? സോറി, ഐ കാണ്ട് സ്റ്റോപ്പ് ബേണിങ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബേൺ ചെയ്യാം നല്ല അല്ലേ? തീ കത്തുന്നതിനാണ് പറയണത്. അതിന് കഴിയില്ല. ദ ഫയർ ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. എനിക്ക് തൽക്കാലം അതിനൊന്നും ഇപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫയർ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ, പിന്നെയും നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ആളിക്കത്താൻ വേണ്ടി തുടങ്ങുന്ന ചിത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കണ്ടത്. നോക്കൂ, ലിസൺ. ദി ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്സ്. ഇറ്റ്സ് സോ ഹോട്ട്, I am burning. I can't bear it. The fire began to eat up the tree. The flames climbed up and up. Kee, kee, kee. The little birds in the nest cried aloud. Poor little birds, how can I save them? The tree thought. Oh fire, take me, leave the little ones. The neem tree begged to the fire. Sorry, I can't stop burning.
ദ ഫയർ ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. അപ്പോൾ മദർ സ്പാരോ താഴ്വരയിലായിരുന്ന സമയത്ത് നീം ട്രീയുടെ മുകളിലേക്ക് തീ ആളിപ്പടർന്നു. നീം ട്രീയെ തീ പിടികൂടി അല്ലേ. അതിൻ്റെ ചുവന്ന ആ കൈകൾ കൊണ്ട്, അല്ലെങ്കിൽ ആ തീ കത്തുമ്പോൾ ചുവന്ന നിറമായിരിക്കും അല്ലേ, അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ആളിപ്പടരാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ നീം ട്രീ പറയാണ്, ഭയങ്കര ചൂടാണ്, എനിക്ക് തന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ദി ഫയർ ബിഗാൻ ടു ഈ ഫയർ എന്ത് ചെയ്യാണ്, ഈ നീം ട്രീ തന്നെ തിന്നാൻ തുടങ്ങി. അതായത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പൊന്താൻ തുടങ്ങി. ദ ഫ്ലെയിംസ് ക്ലൈംബ്ഡ് അപ്പ് ആൻഡ് അപ്പ്. ഫ്ലെയിംസ് ആണ് തീജ്വാല. ആ തീജ്വാലകൾ ഇങ്ങനെ ക്ലൈംബ്ഡ് മുകളിലേക്ക് അപ്പ് ആൻഡ് അപ്പ്, മുകളിലേക്ക് ഇങ്ങനെ ആളിപ്പടർന്നു. അപ്പോൾ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ മുകളിലാണല്ലേ, മുകളിൽ കൊമ്പിൻ്റെ മുകളിലാണ്. ഇവിടെ താഴെ നിന്നും തീ ഇങ്ങനെ പിടി മുകളിലേക്ക് തീജ്വാല ഫ്ലെയിംസ് ഇങ്ങനെ ഉയരുകയാണ്. അപ്പോഴോ പക്ഷിക്കുഞ്ഞുങ്ങൾ കരഞ്ഞു. ആ പക്ഷിക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ കരയാണ്. അപ്പോൾ എന്താ ഇവർ ഈ നീം ട്രീ ചിന്തിക്കണം, നോക്കൂ, ഹൗ ക്യാൻ ഐ സേവ് ദം, ഞാൻ അവരെ എങ്ങനെ രക്ഷിക്കുക എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഓ ഫയർ ടേക്ക് മീ ലീവ് ദ ലിറ്റിൽ വൺസ്, നീ എന്നെ എടുത്തോ, വേണമെങ്കിൽ ഈ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയാണ്. ദ നീം ട്രീ ആ ഫയറിനോട് ഇങ്ങനെ പറഞ്ഞ് യാചിച്ച് കൊണ്ടുവന്ന് നീ എന്നെ വേണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താണ് ഫയർ പറഞ്ഞെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, കത്താതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഫയർ ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. വളരെ പിന്നെയും ഗ്രൂ പറഞ്ഞാൽ വളരെ, അതായത് പിന്നെയും ഇങ്ങനെ ആളി കത്താൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു all of you.